5 വർഷത്തിനിടെ മലപ്പുറത്ത് കോടികളുടെ ഹവാല പണവും സ്വർണവും പോലീസ് പിടികൂടിയെന്ന മുഖ്യമന്ത്രിയുടെ ദി ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖം കേരളത്തിൽ അതിനാടകീയ രംഗങ്ങൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഹിന്ദു ദിനപത്രത്തിലെ വാർത്ത ഇങ്ങനെയാണ്: When our government acts against Muslim extremist elements, these forces try to project that we are acting against Muslims. For example, 150 kg of gold and hawala money worth 123 crores were seized by the state police in the last 5 years from Malappuram district. This money is entering Kerala for anti-state and anti-national activities. എന്താണ് ഇതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തെറ്റായി പറഞ്ഞിട്ടുള്ളത്? ഗവൺമെന്റ് തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന ചില എക്സ്ട്രീമിസ്റ്റ് എലമെന്റ്സിനെതിരെ പ്രവർത്തിക്കുമ്പോൾ ചിലർ അത് സാധാരണ മുസ്ലിം ജനങ്ങൾക്കെതിരെയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രൊജക്ട് ചെയ്യുവാൻ ശ്രമിക്കുന്നു. കണ്ടെത്തുന്ന കള്ളപ്പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഇതാണ് ഹിന്ദു ദിനപത്രത്തിലെ വാർത്ത. എന്നാൽ പിന്നീടത് മുഖ്യമന്ത്രി തന്നെ തിരുത്തുകയും ദി ഹിന്ദു ഇതിൽ വിശദീകരണവുമായി രംഗത്ത് വരികയും ചെയ്തു. അഭിമുഖത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന PR ഏജൻസിയാണ് ഈ ഒരു പ്രസ്താവന നടത്തിയതെന്നും പത്രം വ്യക്തമാക്കുകയും ചെയ്തു. ഒരു നാഷണൽ മീഡിയയ്ക്ക് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോലും അദ്ദേഹം അറിയാതെ മറ്റൊരാൾ കടന്നു വരികയും ദി ഹിന്ദു അത് വെറുതെ മുഖ്യമന്ത്രിയുടെ പരാമർശമാണെന്ന് പറഞ്ഞ് എഴുതി വിടുകയില്ലെന്നും ഹിന്ദു പത്രം വായിക്കുന്ന ഏതൊരു മലയാളിക്കും അറിയാം. അതൊക്കെ പോട്ടെ, സത്യം എന്താണെന്നുള്ളത് മുഖ്യനും ഓഫീസിനും വ്യക്തമായി അറിയാം. എന്നാൽ അതിനപ്പുറം ഈ ഒരു വിഷയം സൃഷ്ടിച്ച പോളിളക്കത്തിൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും മനഃപൂർവ്വം തൊടാതെ പോയൊരു സംഗതിയുണ്ട്: മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകൾ. ആരാണിവർ? സമൂഹത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കള്ളപ്പണം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തു വരേണ്ടതല്ലേ? ആ വിഷയം പാടെ മറന്ന് കുറ്റവാളികൾക്ക് മുകളിൽ പുകമറ സൃഷ്ടിച്ച് സാധാരണ മുസ്ലിം ജനതകളെ മുഴുവൻ മുഖ്യമന്ത്രി കരുവാക്കി തീർക്കാൻ ശ്രമിച്ചുവെന്ന് പറയുന്നത് ആരുടെ അജണ്ടയാണ്? ഈ ഒരു പരാമർശത്തിനെതിരെ PV അൻവർ MLA മുഖ്യമന്ത്രി ഒരു സമുദായത്തെ കുറ്റക്കാരാക്കുന്നുവെന്ന ആരോപണവുമായിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതെല്ലാം നടക്കുന്നത് ഈ മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ. ഇന്നെന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്? എൻ്റെ കയ്യിലുള്ളത് ഹിന്ദു ന്യൂസ് പേപ്പറാണ്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതാണ് എന്താണ് ഹെഡ്ലൈൻ: CPIM has always stridently opposed RSS and Hindutva forces in Kerala. അദ്ദേഹം പറയാണ് CPM ആണ് ഈ ഹിന്ദുത്വ ഫോഴ്സസിനെ ഇവിടെ ഏറ്റവും കൂടുതൽ ശക്തമായി നേരിട്ടിട്ടുള്ളത്. ഞാനത് പറയാനല്ല, അതിലൊരു വാസ്തവമുണ്ട്, അതിൽ തർക്കമില്ല. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്ത്? അവിടെയാണ് പ്രശ്നം. ഇതിൽ അദ്ദേഹം പറഞ്ഞു വരുന്നത് മലപ്പുറം ജില്ല സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘത്തിന്റെ കേന്ദ്രം. ആരോടാ പറയുന്നത്? ഹിന്ദു ന്യൂസ് പേപ്പറിനോട്. എന്താ മാതൃഭൂമി മനോരമയും കേരളത്തിലെ മറ്റു പത്രങ്ങളോട് പറയാത്തത്? ചോദ്യമുണ്ടാകും. ഈ വാർത്ത എങ്ങോട്ടാ പോകുന്നത്? നേരെ ഡൽഹിയിലേക്ക്. സതുദ്ദേശമാണോ ദുരുദ്ദേശമാണോ? ഇതിൽ പറയുന്ന കണക്കുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് 150ഓളം സ്വർണ്ണ കേസുകൾ പിടിച്ചു. എങ്ങനെയാ മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ചത്? ഈ എയർപോർട്ട് നിൽക്കുന്നത് എവിടെയാ? മലപ്പുറം ജില്ലയിൽ. ആ എയർപോർട്ടിന്റെ മുറ്റത്തിട്ട് പിടിച്ചാൽ ഈ കേസ് എവിടെയാണ് FIR ഇടുക? മലപ്പുറം ജില്ലയിൽ. അപ്പൊ ഈ നാടാകെ പോകേണ്ട സ്വർണം കരിപ്പൂരിൽ ഇറങ്ങി തമിഴ്നാട്ടിലും കർണാടകയിലേക്കും ഒക്കെ പോകാമല്ലോ, മറ്റു ജില്ലകളിലേക്ക് പോകാമല്ലോ, അവിടെയൊക്കെ ഈ കള്ളക്കടത്ത് സംഘങ്ങൾ ഉണ്ടാകാമല്ലോ. പക്ഷേ പിടിക്കുന്ന എവിടെയാണ്? അപ്പൊ അദ്ദേഹം എന്താ പറയേണ്ടത്? ആ പിടിക്കപ്പെട്ടവന്റെ പാസ്പോർട്ട് വെരിഫൈ ചെയ്ത് അവൻ ഏത് ജില്ലക്കാരനാണെന്ന് നോക്കണം. ആ ജില്ലക്കാരനാണ് ഇതിൽ പ്രതി. ഇതാർക്കാ അറിയാത്തത്? എന്താ അദ്ദേഹം ചെയ്യുന്നത്? അടിച്ചേൽപ്പിക്കുക ഒരു സമുദായത്തെ. ഞാൻ സമുദായം പറയാൻ വന്നതല്ല ഇവിടെ. പക്ഷെ ഈ പോക്കുണ്ടല്ലോ, വളരെ അപകടകരമായ പോക്ക. ഇത് ശരിയായ രീതിയിലുള്ള പോക്കല്ല. ഇതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ രീതിയിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ
കോഴിക്കോടിന്റെ സമൂഹം താഴെ ഇറങ്ങി വരേണ്ടതുണ്ട്. പ്രതികരണശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും സ്വന്തം കാര്യമാണ്. ഇത് സാമൂതിരിയുടെയും കുഞ്ഞാലി മരക്കാടിന്റെയും നാടാണ്. മറന്നു പോകരുത് കോഴിക്കോട്ടുകാർ. ഇപ്പൊ മനാഫ് അർജുൻ നമ്മൾ കണ്ടില്ലേ, എങ്ങനെയാണ് നമ്മൾ ആ സ്റ്റോറി അല്ലെങ്കിൽ ആ സംഭവങ്ങൾ നമുക്ക് വിവരിക്കാൻ കഴിയുമോ? അതാണ് മതസൗഹാർദ്ദം. ആ മതസൗഹാർദ്ദത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ RSSുമായി ചേർന്ന്, രാജ്യത്തെ ഭീകരവാദികളുമായി ചേർന്ന് ഒരു സമൂഹത്തെ ആകെ അപരവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നു. ആരാ നേതൃത്വം? കേരളത്തിന്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി. വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് രാവിലെ പത്രക്കാർ എന്നോട് ചോദിച്ചു, ഏക സിവിൽ കോഡും പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്ത നിലപാട് അതും ആത്മാർത്ഥതയില്ലാത്തതായിരുന്നോ എന്നൊരു ചോദ്യം. എന്റെ ഉത്തരം ആത്മാർത്ഥപരമായിരുന്നു എന്നാണ്. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ കാര്യങ്ങൾ ഈ രീതിയിൽ മാറി മറിയുന്നത് കഴിഞ്ഞ 1.5 വർഷക്കാലത്തിനിടക്കാണ്. അതാണ് പാർട്ടി അന്വേഷിക്കേണ്ടത്. പാർട്ടി അത് അന്വേഷിച്ച് കണ്ടെത്തണം. PV അൻവറിനെ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ സപ്പോർട്ടറായി മാറി ആ PV അൻവറാണ് ഇതിന് പിന്നിലെന്ന് ഇവിടെ മുഖ്യമന്ത്രിയും പാർട്ടി സഖാക്കളും നാടായ നാട് മുഴുവൻ, ഗ്രാമങ്ങളായ ഗ്രാമങ്ങൾ മുഴുവൻ നിങ്ങൾ പറഞ്ഞു നടന്നിട്ട് നിങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. ഞാൻ ഈ വിഷയം ഏറ്റെടുക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ്. ഈ പോലീസിംഗിന്റെ ഭാഗമായി കേരളം ഈ ഗവൺമെന്റിനെ വെറുക്കുന്നു, ഈ പാർട്ടിയെ വെറുക്കുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വെറുക്കുന്നു. ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ പോലീസിന്റെ ഇമ്മോറൽ ആക്ടിവിറ്റീസ്, ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, മനുഷ്യത്വരഹിതമായ പെരുമാറ്റം, ഈ പാർട്ടിയോടും ഈ മുന്നണിയോടും ഉണ്ടായിരുന്ന അടുപ്പം ഇല്ലാണ്ടാക്കിയിരിക്കുന്നു. കാരണം കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ പറ്റിക്കപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലാകുകയാണ്. ഇവിടെ ആരുടെ ആരോപണമാണ് കുറ്റകരമായിട്ടുള്ളത്? PV അൻവറിന്റേതോ അതോ മുഖ്യമന്ത്രി പിണറായി വിജയന്റേതോ? മലപ്പുറം എന്നൊരു പരാമർശം കൊണ്ട് മാത്രം അതെങ്ങനെ ഒരു സമുദായത്തെ കുറ്റപ്പെടുത്തുന്നതാകും? കേരളത്തിലെ ബാക്കിയുള്ള 13 ജില്ലകളിൽ ഒന്ന് മാത്രമല്ലേ മലപ്പുറവും? മലപ്പുറം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഈ പരാമർശമെന്ന് പറയുന്നത്? മലപ്പുറത്ത് മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ താമസിക്കുന്ന ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മലപ്പുറത്തിന്റേതല്ലേ? കണ്ണൂർ കൈവെട്ടുകാരുടെയും കുഴിബോംബുകളുടെയും ആസ്ഥാനമാണെന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോൾ നോവാത്ത രോക്ഷമാണ് ഇപ്പോൾ മലപ്പുറത്തെ തൊട്ടുകളിച്ചപ്പോൾ ഉണ്ടായത്. അന്ന് കണ്ണൂർക്കാരെ അടിച്ചാക്ഷേപിച്ചപ്പോൾ കാണാത്ത മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ ഇല്ലാത്ത വിവാദം കുത്തിപ്പൊക്കാൻ പെടാപ്പാടുപെടുന്നത്. ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യൻ തന്നെ കേരളത്തിലെ ഒരു പ്രത്യേക സ്ഥലത്ത് കോടികളുടെ ഹവാലപ്പണവും സ്വർണവും പോലീസ് പിടികൂടിയെന്ന സത്യം പൊതുമധ്യത്തിൽ വിളിച്ചു പറയുമ്പോൾ അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനു പകരം കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് ഇവിടെ ആരാണ്? മലപ്പുറം എന്നൊരു പരാമർശം താൻ കൂട്ടിച്ചേർത്തിട്ടില്ലെന്നും അതിനു പിന്നിൽ PR ഏജൻസി ആണെന്ന് പറഞ്ഞ് തടിയൂരാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രി ഇവിടെ ആരെയോ പേടിക്കുന്നില്ലേ? പ്രസ്താവന സത്യസന്ധമാണെങ്കിൽ വ്യക്തമായ തെളിവുകൾ നിരത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കേണ്ടതിനു പകരം മൊഴിമാറ്റി പറഞ്ഞത് അരമന രഹസ്യം നാട്ടിൽ പാട്ടായതുകൊണ്ടാകുമോ? മാധ്യമപ്രവർത്തകരുടെ ചോദ്യശരത്തിനു മുന്നിൽ ചിരിച്ചു തള്ളിയ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ചുവപ്പ് നാടയ്ക്കുള്ളിൽ വരിഞ്ഞു മുറുക്കി ചിതലിനും പാറ്റയ്ക്കും അരിക്കുവാൻ കാത്തുകിടക്കുകയാണോ? ഭരണപക്ഷത്തിനെതിരെ ഏതൊരവസരത്തിലും ചുട്ട മറുപടിയുമായി വരുന്ന VD സതീശനും വാർത്തയിലെ പ്രധാന ഭാഗങ്ങൾ മനഃപൂർവ്വം അവഗണിക്കുകയും രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കുന്ന കൈസൻ എന്ന ഏജൻസി മുഖ്യനോടൊപ്പം ചേർന്ന് നടത്തിയ സംഘപരിവാറിന്റെ അജണ്ടയാണിതെന്നുമാണ് പറയാൻ ശ്രമിച്ചത്. ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു കാര്യം എഴുതി കൊടുത്ത കൈസൻ എന്ന് പറയുന്ന ഏജൻസിക്കെതിരായി അവരെഴുതി കൊടുത്ത അനുസരിച്ച് മുഖ്യമന്ത്രി പറയാത്ത കാര്യം റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും കേസെടുക്കാൻ ധൈര്യമുണ്ടോ? മറുപടി പറഞ്ഞില്ലല്ലോ. ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് വീണെടുത്ത് കിടന്ന് ഉരുളയാണ് മുഖ്യമന്ത്രി. വീണെടുത്ത് കിടന്ന് ഉരുളയാണ്. ഗീബൽസിനെ പോലെ നുണ പറയാ. ഗീബൽസിനെ പോലെ 1000 വട്ടം നുണ പറയാ. സത്യമായി മാറും എന്നുള്ള ധാരണയിലാണ് മുഖ്യമന്ത്രി ഇരിക്കുന്നത്. ആരെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത്? പത്രസമ്മേളനത്തിനിടയിൽ 4-5 പ്രാവശ്യം അഹഹ എന്ന് പറഞ്ഞാൽ മാറാം. 4-5 പ്രാവശ്യം പറഞ്ഞു അഹഹ എന്നല്ല വേണ്ടത്. മറുപടി വേണം ചോദ്യങ്ങൾക്ക്.
പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഇന്റർവ്യൂ ഇനി ഞാനൊരു കാര്യം കൂടി പറയാം. സെപ്റ്റംബർ 13 വേറൊരു PR ഏജൻസി ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് മുഴുവൻ ഒരു വാർത്ത കൊടുക്കുന്നു. ആ വാർത്തയിൽ കഴിഞ്ഞ 5 കൊല്ലമായി കേരളത്തിൽ നടത്തുന്ന, മലപ്പുറം ജില്ലയിൽ നടത്തുന്ന സ്വർണ്ണ കള്ളക്കടത്തിന്റെ വിവരങ്ങളാണ്, ഹവാല പണത്തിന്റെ വിവരങ്ങളാണ്. അത് മലപ്പുറം ജില്ലയിലാണ് ഈ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്നുള്ള ഒരു നറേറ്റീവ് ഒരു PR ഏജൻസി ഡൽഹിയിലെ മുഴുവൻ മാധ്യമങ്ങൾക്കും കൊടുത്തു. സെപ്റ്റംബർ 13 തീയതി. 21 തീയതി മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തും. 1 മണിക്കൂർ 40 മിനിറ്റ് നീണ്ടുനിന്ന പത്രസമ്മേളനം. അതിൽ 5 കൊല്ലത്തെ കണക്ക് പറയുന്നില്ല, 3 കൊല്ലത്തെ കണക്ക് മാത്രം പറയുന്നു. മലപ്പുറം എന്ന് പറയുന്നില്ല. വീണ്ടും ഇപ്പോ 29 തീയതി ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂ, അതിൽ ഈ സ്വർണത്തിന്റെ അതേ കണക്ക്. എന്നിട്ട് രണ്ടാമത് എഴുതി കൊടുക്കുന്നു അത് മലപ്പുറത്താണ്, അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് എഴുതി കൊടുക്കുന്നു. ഈ മൂന്നും, അതായത് സെപ്റ്റംബർ 13 തീയതി മറ്റൊരു PR ഏജൻസി ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ വിവരവും, സെപ്റ്റംബർ 21 തീയതി മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി 3 കൊല്ലത്തെ മലപ്പുറം ജില്ലയിലെ ഈ വിഷയങ്ങളും, ഇപ്പോൾ 29 തീയതി ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂ, ഈ 3 ഡ്രാഫ്റ്റും ഈ 3 നറേറ്റീവും നമ്മുടെ കയ്യിലുണ്ട്, മാധ്യമങ്ങളായ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇത് 3 ഒരു സ്ഥലത്ത് തയ്യാറാക്കിയതാണ്. എല്ലാ വിമാനത്താവളങ്ങളിലും ഇതൊക്കെ സാധാരണമാണല്ലോ എന്നാണ് രമേശ് ചെന്നിത്തലയുടെ വാദം. അദ്ദേഹത്തിന് അഭിമുഖങ്ങൾ കൊടുക്കണമെങ്കിൽ പ്രത്യേക സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കെ ഒരു സ്വകാര്യ ഏജൻസിയെ വിളിച്ച് ഡൽഹിയിൽ ഒരു അഭിമുഖം നടത്തുന്നത് സംഘപരിവാർ ശക്തികളെ സഹായിക്കാൻ വേണ്ടിയാണ്. ഇത്രയും കാലം മലപ്പുറം ജില്ലയെ പറ്റിയും മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചും സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഏറ്റുപറഞ്ഞത്. നമ്മുടെ വിമാനത്താവളങ്ങളിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത് പുതിയ കാര്യമല്ല. ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും നടക്കാറുണ്ട്. ഈ യെല്ലോ മെറ്റലിന് വലിയ പ്രിയമുള്ളത് കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ സ്വർണം കള്ളക്കടത്താറുണ്ട്. അത് നിയന്ത്രിക്കാൻ ബാധ്യസ്ഥമായ മുഖ്യമന്ത്രിയാണ് ഇവിടെ. അത് നിയന്ത്രിക്കാതെ ഇത് കരിപ്പൂരിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത് എന്ന് പറയുകയും ഹവാല പണം ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് മലപ്പുറം ജില്ലയിലാണെന്ന് പറയുകയും ആ ജില്ലയെയും ആ ജില്ലയിലെ ജനങ്ങളെയും അപമാനിക്കുന്ന രീതിയിൽ പത്രസമ്മേളനം നടത്തിയത് മുഖ്യമന്ത്രിയാണ്. ആ പത്രസമ്മേളനം നടത്തിയ അതേ കാര്യമാണ് ഈ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിനുമുള്ളത്. അപ്പൊ അദ്ദേഹം പറയാത്ത കാര്യമല്ല ആ ഏജൻസി പറഞ്ഞത്. ഏജൻസി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ സംഘപരിവാർ ശക്തികളുടെ നാവായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറുന്നത് ശരിയാണോ? ഇന്ന് തന്നെ മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ADGP RSS നേതാവ് വത്സൻ തില്ലങ്കേരിയുമായി കൂട്ടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ADGP ലോ ആൻഡ് ഓർഡറിന്റെ ജോലി ഇതാണോ? RSS നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയാണോ? ആ ADGP ലോ ആൻഡ് ഓർഡറിനെ മുഖ്യമന്ത്രി പൂർണ്ണമായി സംരക്ഷിക്കുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ സ്വരം സംഘപരിവാറിന്റെ സ്വരമായി മാറുന്നു. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസിനെയും UDF-നെയും തകർക്കാൻ BJP-യുമായി രഹസ്യവും പരസ്യവുമായ കൂട്ടുകെട്ടാണ് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 69 സീറ്റുകളിൽ BJP-യുടെ വോട്ട് പോയത് CPM-നാണ്. വാസ്തവത്തിൽ തുടർഭരണം BJP-യുടെ ഒരു സംഭാവനയാണ്. കാരണം അവർക്ക് കോൺഗ്രസ് മുക്ത ഭാരതമുണ്ടാകും. അപ്പൊ കോൺഗ്രസിനെ തകർക്കാൻ BJP വളർന്നാലും കുഴപ്പമില്ല എന്ന നിലപാട് കേരളത്തിൽ CPM സ്വീകരിക്കുകയാണ്. ഒരു പ്രശ്നം രൂക്ഷമാകണമെങ്കിൽ അതിലെത്തിരി പൊടിപ്പും തൊങ്ങലും ചേർത്ത് വിളമ്പിയാലേ വൈറലാകൂ എന്നോർത്താൽ നിങ്ങൾക്കു തെറ്റി. സത്യം പൊതുസമൂഹത്തിൽ നിന്ന് എത്ര നാൾ മറച്ചുവെക്കാൻ സാധിക്കും?
കരിപ്പൂർ വിമാനത്താവളം വഴി കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷണം ആരംഭിക്കണം. കേരളത്തിലെ ഒരു ജില്ലയും മതത്തിന്റെ പേരിൽ മാറ്റിവെക്കപ്പെട്ടിട്ടില്ല. മതേതര ഭരണഘടന ഉള്ളിടത്തോളം കാലം അത് അനുവദിക്കുകയുമില്ല. പറഞ്ഞതിൽ കഴമ്പുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, വോട്ട് നൽകി ജയിപ്പിച്ച ജനങ്ങളെ മാനിക്കുന്നുണ്ടെങ്കിൽ പ്രസ്താവന നടത്തിയവർ തുടർ നടപടിയുമായി മുന്നോട്ട് വരണം. ചോദ്യശരങ്ങൾക്ക് വാ തുറന്ന് മറുപടി നൽകുവാൻ തയ്യാറാകണം. സമൂഹത്തിൽ പുകമറ സൃഷ്ടിക്കുവാൻ ആരെങ്കിലും ഗൂഢ തീരുമാനം നടത്തുന്നുണ്ടെങ്കിൽ അതും പുറത്തു കൊണ്ടുവരുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധൈര്യം കാണിക്കണം. 2006 ജൂലൈയിൽ ഒരു മാസം നീണ്ടുനിന്ന യുദ്ധത്തിൽ അന്ന് ഹിസ്ബുള്ള പോരാളികൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ പോരാട്ടത്തിൽ ഹിസ്ബുള്ളയുടെ മാസ്റ്റർ പ്ലാനിൽ ഇസ്രായേൽ സൈനികർ തളർന്നു വീണു. ഇരുപത് ടാങ്കുകളിലധികം നശിപ്പിക്കപ്പെടുകയും 121 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു. യുദ്ധത്തിന്റെ ഫലം വിലയിരുത്തിയപ്പോൾ വ്യക്തമായ സൈനിക ബലം ഇല്ലാത്തതിനാൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്ന നിഗമനത്തിൽ എത്തിച്ചേരേണ്ടി വന്നു. ഏകദേശം 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഹിസ്ബുള്ളക്കെതിരെ തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ഗ്രൗണ്ട് ഓപ്പറേഷൻ ആരംഭിച്ച ആദ്യ ദിനത്തിൽ തന്നെ ഇസ്രായേലിന് നഷ്ടപ്പെട്ടത് കരുത്തുറ്റ 8 യുവ സൈനികരെയാണ്. ലെബനനിൽ നീണ്ട ഒരു അധിനിവേശത്തിന് രാജ്യം തയ്യാറെടുക്കുമ്പോൾ ആദ്യ ദിനം തന്നെ വലിയ തിരിച്ചടിയാണ് സംഭവിച്ചത്. ഗാസയിൽ നിന്നും വ്യത്യസ്തമായി തെക്കൻ ലെബനനിൽ വിപുലമായ ഭൂഗർഭ തുരങ്കങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഹിസ്ബുള്ള വർഷങ്ങളോളം ചിലവഴിച്ച് നിർമ്മിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തെ നന്നായി അറിയാവുന്ന ആയിരക്കണക്കിന് പോരാളികളും ഇതിലുണ്ട്. കനത്ത വെല്ലുവിളികൾ നേരിടുന്ന പ്രദേശമാണെങ്കിൽ പോലും അത്യന്തം ദുഷ്കരമായ ഓപ്പറേഷനിൽ നിന്നും ഇസ്രായേൽ ഒരടി പോലും പിന്നോട്ട് പോകില്ലെന്ന് ഉറപ്പാണ്. ലെബനനിലെ കരയാക്രമണം ഹിസ്ബുള്ളയുടെ അപ്രമാദിത്വത്തെ ഇല്ലാതാക്കുമെന്നും അതിന്റെ പോരാളികളെ പിന്നോട്ട് തള്ളുമെന്നും ഒടുവിൽ 60,000 ഇസ്രായേലികളെ അതിർത്തിക്കടുത്തുള്ള അവരുടെ വീടുകളിലേക്ക് സമാധാനത്തോടെ മടക്കി അയക്കാൻ ഇടയാക്കുമെന്നും സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നെതന്യാഹു തറപ്പിച്ചു പറഞ്ഞിട്ടുമുണ്ട്. אזרחי ישראל, בפתח דבריי אני שולח תנחומים למשפחות נרצחי הפיגוע הנפשע ביפו ואיחולי החלמה שלמה לפצועים. כמו במתקפת הטילים, גם מאחורי הפיגוע הזה יש יד מכוונת ורצחנית. היא מגיעה מטהרן. הערב איראן שוב תקפה את ישראל במאות טילים. המתקפה הזאת נכשלה. היא סוכלה בזכות מערך ההגנה האווירי של ישראל, שהוא המתקדם ביותר בעולם, ואני מברך את צה"ל על ההישג המרשים. היא גם סוכלה בזכות הערנות והאחריות שגיליתם אתם, אזרחי ישראל. ואני מודה גם לארצות הברית על תמיכתה במאמץ ההגנה שלנו. איראן עשתה הערב טעות גדולה, והיא תשלם על כך. המשטר באיראן לא מבין את נחישותנו להגן על עצמנו ואת נחישותנו לגמול לאויבינו. סינואר ודף לא הבינו זאת, נסראללה ומוחסן לא הבינו זאת, וכנראה יש בטהרן אלה שלא מבינים זאת. הם יבינו. נעמוד בכלל שקבענו. מי שתוקף אותנו, אנחנו תוקפים אותו. זה נכון בכל מקום כשאנחנו נלחמים בציר הרשע. זה נכון ליהודה ושומרון, זה נכון לעזה, ללבנון, לתימן, לסוריה, וזה נכון גם לאיראן. אנחנו נלחמים בציר הרשע בכל מקום, כולל חיילינו הגיבורים שפועלים עכשיו בדרום לבנון ובעזה. היום יותר מתמיד, כוחות האור בעולם חייבים להתאחד ולפעול יחד נגד משטר האייתולות החשוך שהוא מקור הטרור והרוע באזורנו. עליהם לעמוד לצד ישראל. הבחירה מעולם לא הייתה ברורה יותר, בין העריצות לחופש, בין הברכה לכללה. בערב ראש השנה אני אומר לכם, אזרחי ישראל, ישראל בתנופה, בציר הרשע בנסיגה. נעשה כל מה שצריך כדי להמשיך מגמה זו, להשיג את כל מטרות המלחמה, ובראשם החזרת כל חטופינו, ולהבטיח את קיומנו ועתידנו. שנה טובה ובטוחה לכולכם. അതേസമയം ഹമാസിന് ശേഷം ലെബനനിൽ കാര്യമായ രീതിയിൽ അധികാരം കൈയാളുന്ന ഒരു ഷിയ ഇസ്ലാമിസ്റ്റ് തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ളയെ ഉന്മൂലനം ചെയ്യുവാൻ ഇസ്രായേൽ നടത്തുന്ന പോരാട്ടങ്ങളിൽ 2006 സംഭവം വീണ്ടും ആവർത്തിക്കപ്പെടുമോ എന്നും ഭയപ്പെടുന്നവരുണ്ട്. ഇസ്രായേലും US-ഉം UK-യും മറ്റു രാജ്യങ്ങളും തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച ഹിസ്ബുള്ളയെ വേരോടെ പിഴുതെറിയേണ്ടത് അനിവാര്യമാണ്. സാമ്പത്തിക പിന്തുണ നൽകി ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്ന ഇറാനും കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പരസ്യ പ്രഖ്യാപനം നടത്തിയതിനാൽ തന്നെ
ഉടനെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന സൂചനകളും വന്നു കഴിഞ്ഞു. ראשית אני רוצה לברך את כל השרים ואת חברנו גדעון סער שהצטרף אלינו. אנחנו עומדים בפני אתגרים גדולים, אבל אנחנו עומדים בהם יחד, ואנחנו עושים את העבודה שעם ישראל והדורות של עם ישראל מצפים מאיתנו שנעשה. ערב ראש השנה תשפ"ה אנחנו בימים גורליים. אלה ימים של הישגים היסטוריים, אבל גם ימים של אתגרים גדולים שעדיין לפנינו. אני מבקש לברך את מפקדינו וחיילינו בצבא ההגנה לישראל ובכל זרועות הביטחון שמפליאים להכות באויבינו וזוקפים את קומתו של עמנו. אני מבקש לחזק את חיילינו הגיבורים בסדיר ובמילואים בזמן שאנחנו נחגוג את ראש השנה שבא עלינו לטובה. הם ימשיכו להגן על ארצנו באותה מסירות, באותה הקרבה, באותה גבורה שהם גילו לכל אורך השנה האחרונה. אני מבקש לחזק את משפחות הנופלים שבזכותם אנחנו חיים כאן. אני שולח מכאן איחולי החלמה שלמה ומהירה לכל הפצועים היקרים במערכה. אני מבקש לחזק את משפחות החטופים היקרות, חטופינו, שהם תמיד בראש מעיינינו ולא נשקוט עד שנחזיר את כולם. ובסוף אני רוצה להודות לכלל אזרחי ישראל, לנשות אנשי המילואים, לאבות, לאימהות של לוחמינו, לילדים, על העמידה האיתנה במשך תקופה כל כך ארוכה. אנחנו במלחמה על עצם קיומנו. נאחד כוחות, נלך יד ביד, ננצח את אויבינו. כי עם כלביא יקום ונצח ישראל לא ישקר. תכלה שנה וקללותיה, ובעזרת השם תחל שנה וברכותיה. שנה טובה וחג שמח לכולכם. കഴിഞ്ഞ ഒക്ടോബറിൽ ആരംഭിച്ച ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഇസ്രായേൽ ഇറാന്റെ അണുവായുധ കേന്ദ്രങ്ങൾ തകർക്കുമോ എന്ന മുൾമുനയിൽ ലോകത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ പ്രത്യാശിക്കുന്നത് സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ്. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും ഭീകരപ്രവർത്തനങ്ങൾ വടക്കൻ ഇസ്രായേലിൽ വരുത്തിയ നാശനഷ്ടങ്ങളോ കുടിയൊഴിപ്പിക്കപ്പെട്ട 60,000-ഓളം വരുന്ന ജൂതരെയോ മാധ്യമങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചാൽ പോലും അവർക്ക് മുകളിൽ ഇസ്രായേൽ അന്തിമ വിജയം നേടുമെന്ന് ഉറപ്പാണ്.